കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ അഭിമാനമായി മാറിയ ചിത്രമാണ് KGF. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോംബാലെ ഫിലിംസ് ചാപ്റ്റർ 3യെ പറ്റി പുറത്തുവിട്ട അനൗൺസ്മെന്റും ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കോളാർ ഗോൾഡ്ഫീൽഡ് എന്ന KGF ഒന്നാം ഭാഗം 2018-ലായിരുന്നു റിലീസായത്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രം ഹോംബാലെ ഫിലിംസ് ആണ് നിർമ്മിച്ചത്. ശ്രീനിധി ഷെട്ടിയായിരുന്നു നായികാവേഷത്തിലെത്തിയത്. 80 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. സിനിമ ഒരു മാസ് പടമാണെങ്കിലും പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്റ്റോറി ലൈനും അതിനുണ്ട്. യശ് എന്ന നടന്റെ കരിയർ ഗ്രാഫ് ഉയർന്നത് KGF എന്ന ചിത്രത്തിലൂടെയായിരുന്നു. കന്നഡ സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്ന യശ് ആ സിനിമയിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി. ആക്ഷനും മാസ് ഡയലോഗുകൾക്കും പുറമെ രവി ബസൂറിന്റെ സംഗീതവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. അങ്ങനെ KGFന് ഒരു രണ്ടാം ഭാഗമുണ്ടായി. ആദ്യ ഭാഗം കാണാത്തവരും കണ്ടവരുമെല്ലാം തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തു. 2022-ലായിരുന്നു KGF ചാപ്റ്റർ 2 റിലീസായത്. യഷിനെ തന്നെ നായകനാക്കി ഒരുക്കിയ ചിത്രത്തിൽ സഞ്ജയ് ദത്തും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നെങ്കിൽ കൂടി ഗഗന നീ എന്ന പാട്ടിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. നവീൻ കുമാർ ഗൗഡ എന്ന യഷിന്റെ കരിയർ ആരംഭിച്ചത് സീരിയലിലൂടെയായിരുന്നു. ഗജകേസരി, ഗൂഗ്ലി, മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. എങ്കിലും അദ്ദേഹത്തിന് കരിയർ ബെസ്റ്റ് എന്നും KGFലെ റോക്കി ബായ് എന്ന കഥാപാത്രമായിരിക്കും. എടുത്തു പറയേണ്ടത് യഷിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയായിരുന്നു. പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞത് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല എന്നായിരുന്നു. അത്രയേറെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി മാറിയ ചിത്രമായിരുന്നു KGFും അതിലെ റോക്കി ബായും. ഒരു മാസ് സിനിമയ്ക്ക് ഇത്രയേറെ ആരാധകർ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സിനിമ ഏത് ടൈപ്പ് ആയാലും അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കാര്യമെന്നത് തെളിയിച്ചു തന്നിരിക്കുകയാണ് സംവിധായകനായ പ്രശാന്ത് നീൽ. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രഭാസ് ചിത്രമായ സലാറിലും യശ് ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രേക്ഷകർക്ക് നിരാശയായിരുന്നു ഫലം. യശ് ഏത് ഇന്റർവ്യൂവിൽ പങ്കെടുത്താലും KGF 3യുടെ വിശേഷങ്ങളാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ആണ് യശ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം. 2025-ലായിരിക്കും ചിത്രത്തിന്റെ റിലീസ്. KGFന്റെ സീക്വൽ പ്രഖ്യാപിച്ചതിനോടൊപ്പം സലാറിന്റെയും സീക്വൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോംബാലെ ഫിലിംസ്. അതുകൊണ്ട് തന്നെ ഇരട്ടി സന്തോഷത്തിലാണ് പ്രേക്ഷകരും. വർഷങ്ങളെടുത്ത് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളായിരിക്കും ആരാധകർക്ക്. ആ പ്രതീക്ഷകൾക്കൊക്കെ മുകളിൽ തന്നെയായിരിക്കും KGF ചാപ്റ്റർ 3 എന്നത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.